Hello everyone, how are you all? Welcome to another episode of English with Habish. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ ലളിതമായിട്ട് ഡെയിലി ലൈഫ് തിങ്സ്, സാധാരണ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സെൻറ്റൻസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ്. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ദിവസവും രാവിലെ എത്ര മണിക്ക് നീ ഉണരും? അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു, ഞാൻ രാവിലെ 6 മണിക്കാണ് ഉണരുന്നത്. ഇതൊരു ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും ആൻസറുമാണ്. എങ്ങനെ ഇതിൻ്റെ സെൻറ്റൻസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പതിവ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആരാണ് പ്രവർത്തനം നടത്തുന്നതെന്ന് പറയണം. ഇവിടെ ഞാൻ, ഐ ആണ് പ്രവർത്തനം നടത്തുന്നത്. ഐ ആദ്യം പ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? ഉണരുക അല്ലേ, വേക്കപ്പ്. വേക്കപ്പിന് പ്ലേസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം അടുത്ത ഇൻഫർമേഷൻ എന്താണ്? സമയമാണ്. എപ്പോഴാണ് പ്രവർത്തനം നടത്തുന്നത്? 6 o'clock. അപ്പോൾ കൃത്യസമയം പറയാൻ വേണ്ടിയിട്ട് ഈ സമയത്തിന് മുമ്പിൽ അറ്റ് എന്ന് ഉപയോഗിക്കും. ഐ വേക്കപ്പ് അറ്റ് 6 o'clock. കൃത്യസമയം അറ്റ് 6 o'clock, അറ്റ് 7 o'clock, അറ്റ് 7:30 എന്ന കൃത്യസമയം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഐ വേക്കപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അടുത്ത ചോദ്യം, എപ്പോഴാണ് നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ 7:30 പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. ഇതും ഡെയിലി ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ആരാണ് പ്രവർത്തനം നടത്തുന്നതെന്ന് ആദ്യം പറയണം. ഞാൻ, ഐ. രണ്ടാമത് എന്താണ് പ്രവർത്തനം? കഴിക്കൽ അല്ലേ, ഈറ്റ്. ഇവിടെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷനും കൂടെ ഉണ്ട്. എന്താണത്? എന്താണ് കഴിക്കുന്നത്? പ്രാതൽ, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആ എക്സ്ട്രാ ഇൻഫർമേഷൻ, ഈ ഈറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ട്രാ ഇൻഫർമേഷൻ അതിൻ്റെ കൂടെ തന്നെ ഇടുക. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തതായി സമയത്തെക്കുറിച്ച് പറയുക. അറ്റ് 7:30. എന്തുകൊണ്ട് നമ്മൾ അറ്റ് 7:30 എന്ന് പറഞ്ഞു? ബിക്കോസ് കൃത്യസമയമാണ് അല്ലേ, കറക്റ്റ് 7:30. ഒരു സ്പെസിഫിക് ടൈം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7:30. അടുത്ത ചോദ്യം, നിങ്ങൾ ദിവസവും ഏത് സമയത്താണ് ഓഫീസിൽ പോകുന്നത്? ഉത്തരം ഇതാണ്, ഞാൻ എല്ലാ ദിവസവും 9 മണിക്ക് ഓഫീസിലേക്ക് പോകും. പതിവ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ ആദ്യം എന്താണ് പ്ലേസ് ചെയ്യേണ്ടത്? സബ്ജക്റ്റ് അല്ലേ, ആരാണ് പ്രവർത്തനം നടത്തുന്നതെന്ന് പറയണം. ആദ്യം ഞാനാണ്, ഐ. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? ഗോ, പോകൽ അല്ലേ. എവിടത്തേക്കാണ് പോയത് എന്ന് മൂന്നാമത് പറയണം. ടു ഓഫീസ്. ഐ ഗോ ടു ഓഫീസ്. എന്താണ് ഈ ടു ഓഫീസ്? ഞാൻ ഓഫീസിലേക്ക്. മലയാളത്തിൽ ഓഫീസ് കഴിഞ്ഞിട്ടാണ് പ്രിപ്പസിഷൻ ഉള്ളത്, ഓഫീസിൽ ലേക്ക്. ഇംഗ്ലീഷിൽ ഓഫീസിന് മുമ്പിലാണ് പ്രിപ്പസിഷൻ ഉള്ളത്, ടു ഓഫീസ്. ഐ ഗോ ടു ഓഫീസ്. ഇനി നമുക്ക് സമയം പറയാം. ഐ ഗോ ടു ഓഫീസ് അറ്റ് 9 o'clock. ഐ ഗോ ടു ഓഫീസ് അറ്റ് 9 o'clock എവറി ഡേ. കൃത്യസമയം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. എന്നോടൊരാൾ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്? ഞാൻ കാർ ഓടിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ പറയും, ഐ ഡ്രൈവ് മൈ കാർ ടു വർക്ക്. ഞാൻ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ ഐ റൈഡ് മൈ ബൈക്ക് ടു വർക്ക്. ഞാൻ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഐ ടേക്ക് ദ ബസ് ടു വർക്ക്. ഞാൻ ഓട്ടോയിലാണ് പോകുന്നതെങ്കിൽ ഐ ഗോ ഇൻ ആൻ ഓട്ടോറിക്ഷ. ഞാൻ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ഞാൻ പറയും ഐ ട്രാവൽ ബൈ ട്രെയിൻ ടു വർക്ക്. ഇത് ഇങ്ങനെ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അടുത്ത ചോദ്യം, എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണത്തിന് നിങ്ങൾ സാധാരണയായി എന്താണ് കഴിക്കുന്നത്? സാധാരണയായി എന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് യൂഷ്വലി. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഐ ഇട്ടു. ഓക്കെ, ആരാണ് ചെയ്യുന്നത്? ഐ. ഓക്കെ, അതിനുശേഷം യൂഷ്വലി, സാധാരണയായി. ഈറ്റ്, എന്താണ് ചെയ്യുന്നത്? ഈറ്റ്. ഇഡ്ലി ആൻഡ് സാമ്പാർ, എന്താണ് തിന്നുന്നത്? ഈറ്റ് ഇഡ്ലി ആൻഡ് സാമ്പാർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ യൂഷ്വലി ഈറ്റ് ഇഡ്ലി ആൻഡ് സാമ്പാർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ സാധാരണയായി പ്രഭാത ഭക്ഷണത്തിന് ഇഡ്ലിയും സാമ്പാറും കഴിക്കാറുണ്ട്.
ചിലപ്പോൾ ഞാൻ ദോശ കഴിക്കും. ചിലപ്പോൾ എന്ന വാക്ക് എന്താണ് ഇംഗ്ലീഷിൽ? സംടൈംസ്. സംടൈംസ് ഐ ഈറ്റ് ദോശ. സോ ഇവിടെ നോക്കൂ, ഐ ഈറ്റ് ദോശ. ആദ്യം ആരാണ് പ്രവർത്തനം ചെയ്യുന്നത്? ഐ. എന്താണ് പ്രവർത്തനം? ഈറ്റ്. എന്താണ് ഈറ്റ് ചെയ്തത്? ദോശ. സോ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നത്. ഞാനൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഡെൻറ്റിസ്റ്റ് എന്നോട് ചോദിച്ചു, നീ ദിവസവും എത്ര തവണ പല്ല് തേക്കും? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ദിവസത്തിൽ 2 തവണ പല്ല് തേക്കുന്നു. ഇതൊരു റുട്ടീൻ ആക്ഷനാണ്. ഞാൻ ദിവസവും 2 തവണ പല്ല് തേക്കുന്നു. സോ ഇതിനെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് കൃത്യം ചെയ്യുന്നത്? ഞാൻ, ഐ. അതിനുശേഷം എന്താണ് ആക്ഷൻ? ബ്രഷ്. എന്ത് ബ്രഷ് ചെയ്യുന്നു? മൈ ടീത്ത്. ട്വൈസ് ഡെയിലി. 2 പ്രാവശ്യം. ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് ഡെയിലി. ലുക്ക് അറ്റ് ദിസ് മൈ ഫ്രണ്ട്സ്. ഐ ബ്രഷ് മൈ ടീത്ത് വൺസ് ഡെയിലി. ഞാൻ ദിവസവും 1 തവണ പല്ല് തേക്കുന്നു. അപ്പോൾ 1 തവണ വൺസ്. 2 തവണ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പോലെ ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് ഡെയിലി. 3 തവണയാണെങ്കിലോ ഐ ബ്രഷ് മൈ ടീത്ത് ത്രൈസ് ഡെയിലി. ഞാൻ ദിവസവും 3 തവണ പല്ല് തേക്കുന്നു. വൺസ് ഒരിക്കൽ, ട്വൈസ് 2 പ്രാവശ്യം, ത്രൈസ് 3 തവണ. ഓൾറൈറ്റ്. എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് ചോദിച്ചു, നീ എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഉത്തരം പറഞ്ഞു, ഞാനിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം വാച്ചിങ് TV നൗ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ എളുപ്പമാണ്. ആദ്യം ആരാണ് കൃത്യം ചെയ്യുന്നത്? ഐ. അതിനുശേഷം അതിൻ്റെ കൂടെ വരുന്ന ആം എന്ന ഓക്സിലറി സഹായക്രിയ, ഐ ആം. ഓക്കെ. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? വാച്ച്, അല്ലേ? കാണൽ, വാച്ച് പ്ലസ് ING. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ING. ഓക്കെ. ഐ ആം വാച്ചിങ്. ഓക്കെ. ഐ ആം വാച്ച് പ്ലസ് ING. എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? TV. നൗ, ഇപ്പോൾ. ഐ ആം വാച്ചിങ് TV നൗ. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഞാൻ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാചകം, കുക്ക്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം കുക്കിംഗ് നൗ. ആദ്യം ആരാണോ കൃത്യം ചെയ്തത് അവരെ ആദ്യം പ്ലേസ് ചെയ്യുക, ഐ. അതിനുശേഷം ഇത് പ്രസൻ്റ് ആയതുകൊണ്ട്, വർത്തമാനകാലം ആയതുകൊണ്ട് ആം പ്ലേസ് ചെയ്യാം. ഐ ആം. എന്താണ് ചെയ്തത്? കുക്ക്. ഓക്കെ. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് വേർബിൻ്റെ കൂടെ INGയും കൂടെ ചേർക്കുക. ഐ ആം കുക്കിംഗ്. ഇപ്പോൾ, നൗ. ഐ ആം കുക്കിംഗ് നൗ. ഐ പ്ലസ് ആം, വർത്തമാനകാലമായതുകൊണ്ട് ഐ പ്ലസ് ആം പ്ലസ് കുക്ക് പ്ലസ് ING. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെങ്ങനെ പറയാം? I am studying English. I am studying English. Study plus ING. ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ കൂടുതൽ എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞങ്ങൾ അറിയിക്കും. താങ്ക് യു.